ഭാവികളില്ലാത്തൊരീ ഭൂതങ്ങളായി വാഴുന്നിതാ. എന്നാൽ ഞാൻ പോയി എടുത്തിട്ട് വരാം. എനിക്ക് തോന്നുന്നത് അവർക്ക് രണ്ടൂർ കൂടെ പീരും അവര് ശല്യം സഹിക്കാൻ വയ്യാത്തോണ്ട് അവന്മാര് പാർസലാക്കി ഇങ്ങോട്ട് അങ്ങനെ വിട്ടയാന്ന. അതൊന്നും ആയിരിക്കത്തില്ല എന്റെ ജിന്നേട്ടാ. ഞാൻ ആമസോണിലെ വട്ടനായ സഹോദരന്റെ വട്ടം എങ്ങനെ മാറ്റാന്നുള്ള ബുക്ക് ഓർഡർ ചെയ്തായിരുന്നു. അതായിരിക്കും വന്നത്. എനിക്ക് വട്ടാണെങ്കിൽ നിനക്ക് മുഴുവട്ടാവാ പറ്റി. അയ്യോ, ഞാൻ ജിന്നേട്ടനെ ഉദ്ദേശിച്ച് വാങ്ങിച്ചില്ലെന്ന്, ഞാൻ ഹോബിനെ ഉദ്ദേശിച്ച് വാങ്ങിച്ചതാ. എന്തായാലും ജിന്നേട്ടൻ അങ്ങനെ തോന്നുന്നെങ്കിൽ തോന്നിക്കോട്ടെ, ഞാനായിട്ട് തിരുത്താൻ നിൽക്കുന്നില്ല. ജിന്നേട്ടനോട് വായിച്ചോ, നല്ലതാ. നമ്മെ വട്ടനെന്ന് വിളിക്കുന്നു. ഇത് നിന്റെ അവസാനമാണ് കാട്ടുമാക്കാന്. എന്റെ പട നിന്നെ വെറുതെ വിടുമെന്നാണ് വിചാരിച്ചത്. അതൊന്നും ആയിരിക്കത്തില്ലെന്നേ. നമ്മുടെ ക്ലാരിച്ചേച്ചി ഉണ്ടല്ലോ പ്രേതം. ചേച്ചി എനിക്ക് ലവ് ലെറ്റർ എഴുതിയതായിരിക്കും. ഞാൻ ചെന്നിട്ടേ മറുപടി കത്ത് എഴുതട്ടെ. മൽബറി കത്തോ? ഞാനും വരുന്ന. മൽബറി അല്ലേ മാങ്ങ തലച്ചി മറുപടി. ഞാൻ നിന്നോട് കത്ത് എഴുതി തുടങ്ങട്ടെ. ഇന്ന് സുന്ദരിയായ കരിമ്പൂതമേ, നീയാകുന്ന ബിരിയാണി, ആരെയാകുന്നു ഞാൻ. അത് കൊള്ളാലോ ജീവനേട്ടാ. ഇങ്ങനൊന്നും അല്ല ജീവനേട്ടാ എഴുതണ്ടത്. നീയാകുന്ന ജൂലിയറ്റിന്റെ റോമിയോ ആകുന്നു ഞാൻ. ഇങ്ങനൊക്കെ വേണം എഴുതാൻ. അയ്യോ, ഇതൊക്കെ ബേസിക്കാ. നീയാകുന്ന വടയക്ഷിയുടെ വടയക്ഷനാകുന്നു ഞാൻ. കൊള്ളത്തില്ല ജീവനേട്ടാ. നീയാകുന്ന വടയക്ഷിയുടെ ബോധച്ചനാവുന്നു ഞാൻ. അതാ കൊള്ളാവുന്നേ. നീയൊക്കെ കൂടെ ആക്കുവാണ്. ആ ജിമിനേട്ടനൊന്നും മൈൻഡ് ചെയ്യണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുക്കി മത്സരത്തിന് പോയപ്പോ ഞാനായിരുന്നു ജയിച്ചത്. അപ്പൊ പൂവാനും ഡേവിഡ്സ് എനിക്കൊരു പാൻ ഐശ്വരാന്ന് പറഞ്ഞു. അത് വന്നതായിരിക്കും. അല്ല, അത് നമ്മുടെ പിടിവാനൊക്കെ ഉള്ളവരല്ലേ? ആ, അന്ന് അവരാ മത്സരം നടത്തിയത്. അതൊന്നും ആയിരിക്കത്തില്ലെന്നേ. ജിന്നേട്ടന് പണി കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ 5 പേരുടെ ജിന്നേട്ടന്റെ പൈസ എടുത്ത് കുറച്ച് സാധനം വാങ്ങിച്ചായിരുന്നു. അത് വന്നതായിരിക്കും. തുറന്ന് നോക്കാമോ? അതെ, പെട്ടെന്നായിക്കോട്ടെ. ചെല്ലിന് തന്നെ കൊറേ വാഴ നടാനുള്ളതാ. വാഴ നട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിൽ ഒരു വാഴപ്പഴം പോലും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ തന്നെ തുറന്നു നോക്കോളാം. ഞാൻ പറഞ്ഞ സത്യം, ഇത് പാനാ. പക്ഷെ ജെനി, ഇതിലൊരു പാൻ മാത്രമല്ലോ, ലെറ്റർ ഉണ്ടല്ലോ. പക്ഷെ ഇത് അയച്ചത് പൂവാലൻ ഡേവിഡ്സ് അല്ല. ഇതിൽ ഇവർ എക്സ് ബോയ് ഫ്രണ്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ഓ, ഇത് ചിലപ്പോ ജാക്സൺ അയച്ചായിരിക്കും. എനിക്കിത് വേണ്ട. അല്ലേ ഇരിക്കട്ടെ. അതെന്താ ജനിയേച്ചി അങ്ങനെ ഒരു പറച്ചില്? അവൻ എന്നെ രാവിലെ ഒന്ന് വിളിച്ചായിരുന്നു. പക്ഷേ ആ ലെറ്റർ നീ തന്നെ. ഓ മൈ ഗോഡ്, ഇത് ബ്ലേഡ് കൊണ്ടാണല്ലോ എഴുതിയിരിക്കുന്നത്. ഷോ, ഒരു പെൻസിലും വയ്ക്കാൻ വകയില്ലാത്ത പാവപ്പെട്ടവന് കണ്ടോ, ബ്ലേഡ് കൊണ്ടൊക്കെ എഴുതിയിരിക്കുന്നത്. ബ്ലേഡ് കൊണ്ടല്ലോ, ബ്ലഡി ഫുൾ ബ്ലഡ്. ചോര വെച്ചോറ് എഴുതിയേക്കുന്നത്. എന്നാ പിന്നെ ജാക്സൺ വായിക്കത്തില്ല. അത്രയ്ക്ക് ധൈര്യമൊന്നും അവനില്ല. ഇത് ജിമ്മിന്റെ പ്രാങ്ക് ഒന്നും ആയിരിക്കത്തില്ല. അങ്ങനെയാണ് എന്നെ വിളിക്കത്തില്ലേ. പിന്നെ ഞാനിനി ജനുവരി കത്ത് എഴുതാൻ പോകും. എനിക്ക് ഇവിടെ കാമുകിമാർക്ക് കത്ത് എഴുതാനുള്ള സമയം കിട്ടുന്നില്ല. ആരെയും ആ കത്ത് പൊട്ടിച്ചൊന്ന് വായിച്ചായിരുന്നെങ്കിൽ. ഞാൻ വായിക്കുന്നില്ല, ജൂണേട്ടൻ വായിക്കേ. എന്നാൽ പിന്നെ ഞാൻ തന്നെ വായിച്ചേക്കാം. ജൂണേട്ടൻ എന്തിനാ വായിക്കുന്നത്? ജിന്നേട്ടൻ വായിക്കട്ടെ. നിങ്ങക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ വായിച്ചോളാം. എല്ലു വറക്കുന്നവർക്കായി ഞാൻ വാച്ച് തരുന്നുണ്ട്. എല്ലു വറക്കുന്നവർക്ക് ഞാൻ വാച്ച് തരുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് എല്ലു വറക്കാം. നമുക്ക് വാച്ചും കിട്ടും, അത് വിറ്റാ പൈസ കിട്ടും. എല്ലു വറത്തിട്ട് എനിക്ക് 2 എണ്ണം തരണേ. ജിന്നേട്ടാ കത്ത് കൊണ്ട് വന്നേ. ജെനി, നീ വായിക്കേ. എല്ലാവരോടുമായി ഞാൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നീ എന്റേത് മാത്രമാണ് എന്ന് എക്സ് ബോയ് ഫ്രണ്ട്. ഇങ്ങനെ എക്സ് ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ എങ്ങനെ കണ്ടുപിടിക്കാനാ? അതിന് ഇവിടെ ആർക്കൊക്കെ എക്സ് ബോയ് ഫ്രണ്ട് ഒന്നൊന്ന് ചോദിച്ചാ പോരെ. അയ്യോ, ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചതേ ഇല്ല കേട്ടോ. ഇടാ പൊട്ട, എത്ര എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് വെച്ചിട്ടാ ഈ ജനിക്ക് എന്നോണ്ട് 10 15 അപ്പൊ ജനിയച്ചൻ എക്സ് എഴുതിയതാണോ? അപ്പൊ മറുപടി കത്ത് വേസ്റ്റ് ആയല്ലേ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതാരുടെ എക്സ് ബോയ് ഫ്രണ്ടും ഒന്നുമല്ല, ഇത് പ്രേതവാ. അപ്പൊ ഈ കത്ത് വേസ്റ്റ് ആവത്തില്ല. ഇത് ആ പ്രേതത്തിന് കൊടുക്കാം. എന്റെ കരിമ്പൂതമേ. ഇത്തവണ പ്രേതം ആണാണെങ്കിലും എനിക്ക് അവസാനം എന്റെ മാഫിയ ഹസ്ബൻഡിന് കിട്ടാവോ? മാഫിയ ഹസ്ബൻഡോ പ്രേത ഹസ്ബൻഡ് ഉള്ളതാവട്ടെ. കിട്ടിയതിനെ സജസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോ ചൊറയും ചേർക്കാം. ഇത് പ്രേതമായിരിക്കത്തില്ല. പ്രേതമല്ല എപ്പോഴേ എടുക്കളയെന്ന് സൗണ്ട് കേട്ടെ.